യോഹന്നാന്റെ സുവിശേഷം 4:13. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ശമര്യക്കാരത്തി സ്ത്രീയോടുള്ള കർത്താവിന്റെ ഒരു പ്രതികരണമാണ് ഈ വെള്ളം. ഇത് കേവലം ദാഹം ശമിക്കുവാനുള്ള കിണറ്റിലെ വെള്ളം എന്നുള്ള അർത്ഥത്തെക്കാൾ അപ്പുറമായി ഭൗതിക ദാഹം, അവളുടെ ശാരീരിക ദാഹം, മാനസിക ദാഹം, ഇവയെല്ലാം നമുക്ക് ഈ ഒറ്റ വാക്കിൽ ഉൾപ്പെടുത്തുവാൻ കഴിയും. ഈ സഹോദരി ആശ്രയിച്ചിരിക്കുന്ന എന്തുമാകട്ടെ, അത് മതമോ പാരമ്പര്യമോ പിതാക്കന്മാരോ ഐതിഹ്യമോ അവളുടെ ആരാധനയോ സങ്കല്പങ്ങളോ ഭൂതകാലമോ എന്തുമാകട്ടെ, കർത്താവിന് മറുപടി, മകളെ, ഇവയിലൊന്നും നിനക്ക് തൃപ്തി ഉണ്ടാകുകയില്ല. അടുത്ത വാക്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവരോ ഒരു നാളും ദാഹിക്കയില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ്. നമ്മുടെ ദാഹം തീർക്കുവാൻ ദാഹജലം ആവശ്യമാണ്. നമ്മുടെ ക്ഷീണം തീരുവോളം ധാരാളമായി നാം പാനം ചെയ്യും. പക്ഷെ ഇവിടെ കർത്താവ് ഈ സഹോദരനോട് പറയുന്ന മറുപടി, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം വീണ്ടും വീണ്ടും ദാഹിക്കും. ശമര്യക്കാരത്തി സ്ത്രീക്ക് ഇപ്പോൾ ഒരു ഭൗതിക വിഷയമാണുള്ളത്. നാം പലപ്പോഴും നമ്മുടെ ഭൗതിക വിഷയത്തെ മാനുഷികമായും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ശക്തി കൊണ്ടും സ്വാധീനം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും ഒക്കെ കൈകാര്യം ചെയ്യുവാൻ നാം സമർത്ഥരാണ്. എന്നാൽ ഇവിടെ യേശു ഈ സ്ത്രീയുടെ ഭൗതിക വിഷയത്തെ ആത്മീയമായി നേരിടുന്നു. കർത്താവ് നൽകുന്ന ഒരാശയം, ഭൗതികത്തിൽ ഭൗതികം മാത്രമേ ഉള്ളൂ, ആത്മീകമില്ല. ഭൗതിക വിഷയങ്ങളിൽ മാനുഷിക ഘടകങ്ങളും മാനവീയതയും, കുറച്ചുകൂടെ നാം എടുത്തു പറഞ്ഞാൽ മതപരമായ സമീപനവും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടുമുള്ള സമീപനങ്ങളും ആശയപരമായ ആവിഷ്കാരങ്ങളും ഒക്കെ ഭൗതിക തലത്തെ കൈകാര്യം ചെയ്യുവാൻ നാം ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ യേശു ഈ സഹോദരിയുടെ ദാഹം, വെള്ളം, കിണർ, ഇവിടേക്ക് വരാനുള്ള ദൂരം, ഇതിനെയെല്ലാം ആത്മതലങ്ങളിലേക്ക് എത്തിച്ചു. കാരണം ആത്മീയത്തിനകത്ത് ഭൗതികമുണ്ട്. അവളുടെ എല്ലാവരുമായ ആവശ്യങ്ങൾ നിറവേറുവാനുള്ള ഉറവ ക്രിസ്തു ഒരുക്കുവാൻ പോകുന്ന ഈ ആത്മീയ അനുഭവത്തിൽ അവൾക്ക് വേണ്ടിയുണ്ട്. ഈ സഹോദരി ഭൗതികത്തിലൂടെ അവളുടെ ആത്മീയതയെ വെളിപ്പെടുത്തി. ഗർസി മലയിലുള്ള ആരാധനയെ, അവളുടെ പാരമ്പര്യത്തെ, പൈതൃകത്തെ, മതപരമായ കാഴ്ചപ്പാടിനെ, അവൾ കൊണ്ടെന്ന് പറയുന്ന ആരാധനാ സങ്കല്പങ്ങളെ ആശയവിനിമയത്തിലൂടെ ഈ സഹോദരി ക്രിസ്തുവിന് മുമ്പാകെ വെളിപ്പെടുത്തി. പക്ഷേ പ്രിയമുള്ളവർ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സഹോദരിയുടെ ഒരു ദാഹവും ഒരിക്കലും മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഭൗതിക ദാഹവും ആത്മീയ ദാഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല. അവൾ തൃപ്തിയല്ല, വീണ്ടും ദാഹം ഉണ്ടാകുകയാണ്. ഈ കിണറിനോ ഈ വെള്ളത്തിനോ അല്ലെങ്കിൽ പിതാക്കന്മാർ പൈതൃകമായി ആശ്രയിച്ചു പോകുന്ന ഈ ഉറവയ്ക്ക് അവളുടെ ദാഹത്തെ തീർക്കുവാൻ കഴിയുന്നില്ല. അത് മാത്രമാണോ, അവളുടെ മതത്തിനും സങ്കല്പങ്ങൾക്കും ആരാധനയ്ക്കും ഒന്നും അവളുടെ ഒരു തരത്തിലുള്ള ദാഹത്തെയും തീർക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ജഡീക ദാഹം പല പുരുഷന്മാരുടെ എണ്ണത്തിലേക്ക് അവളുടെ സാഹചര്യത്തെ കൊണ്ടെത്തിച്ചു. മുൻകാലങ്ങളിൽ അവൾ അറിയുന്ന 5 പേർ, ഇപ്പോൾ വീണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരുവൻ, അപ്പോഴാണ് 7ാമത് മറ്റൊരു പുരുഷൻ. പക്ഷെ ആ പുരുഷനെ അവൾ കൂടുതൽ അടുത്തറിയുവാൻ, ഒരു യജമാനൻ, നല്ലൊരു യഹൂദൻ, നല്ലൊരു റബി, ഉപദേഷ്ടാവ്, പ്രവാചകൻ, മശിഹ, ലോകരക്ഷകൻ എന്നുള്ള പുരോഗമനപരമായ വെളിപ്പാട് ഇപ്പോൾ ഇവൾ കണ്ടെത്തിയ പുരുഷനിലൂടെ അവൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സഹോദരിയെ കർത്താവായ യേശു അവളുടെ ഭൗതിക വിഷയത്തിലൂടെ അവളെ രൂപാന്തരപ്പെടുത്തി ആത്മീയ അനുഭവത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റം പ്രിയമുള്ളവരെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ എല്ലാ വിഷയങ്ങളും ഭൗതികമായി കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ഭൗതിക തലങ്ങളെ കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും സ്വാധീനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും കായിക ബലം കൊണ്ടും ഒക്കെ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. എന്നാലും പ്രിയമുള്ളവരെ, നാം ഒരിക്കലും തൃപ്തരാകുകയില്ല. വീണ്ടും നമ്മുടെ ദാഹം അവശേഷിക്കും. ഒരുവന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സംതൃപ്തനല്ല എന്നാണ് അർത്ഥം. എന്നാൽ കർത്താവ് നൽകുന്ന ജീവിതജലം പാനം ചെയ്യുന്ന ആർക്കും ഒരു നാളും ദാഹിക്കുകയില്ല. ഒരു ക്രിസ്തുവിശ്വാസി കേവലം സന്തുഷ്ടൻ മാത്രമല്ല, സംതൃപ്തനുമാണ്. നമ്മുടെ കർത്താവായ യേശു നമുക്ക് സകലത്തിലും മതിയായവനാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ക്രിസ്തു മാത്രം മതി. അതുകൊണ്ട് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം, വിശ്വാസിയായ ഒരു ദൈവവൈതലിന് ഇനി ഒരിക്കലും ദാഹിക്കുകയില്ല. കാരണം അവന്റെ അന്തരംഗത്തിൽ അവന് ദാഹത്തെ മാറ്റുന്ന, അവന്റെ ഭൗതികതയെ ആത്മീയതയിലേക്ക് രൂപപ്പെടുത്തി ഒരു ഭൗതിക മനുഷ്യനെ ആത്മീയനാക്കി മാറ്റിയെടുക്കുന്ന ഒരു ദൈവിക ഇടപെടൽ, അത് വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യുവാൻ യേശു ശക്തനാണെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 4:13 നാം വായിച്ചു കേട്ടതുപോലെ ഈ വെള്ളങ്ങൾ നമ്മളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തുകയില്ല. എത്ര പാരമ്പര്യവും തലമുറയായി ഈ കിണറ്റിൽ നിന്ന് കുടിച്ചതാണെങ്കിലും ആർക്കും ഈ കിണർ ദാഹം ശമിപ്പിച്ചിട്ടില്ല. യേശു പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം നമ്മുടെ ദാഹം മാറുക മാത്രമല്ല, മറ്റുള്ളവരുടെ ദാഹം കൂടെ മാറ്റുവാൻ അത് പര്യാപ്തമായി തീരും. നമുക്കൊരിക്കലും ദാഹിക്കാതെയും ഒരു ഉറവയെ അന്വേഷിച്ച് കിണറിന്റെ അരികിലേക്ക് വരാതെയും കോരുവാൻ തൊട്ടിയുടെയും നീളമുള്ള കയറിന്റെയും ആവശ്യമില്ലാതെയും നമ്മുടെ ഉള്ളിൽ വറ്റാത്ത ഉറവകളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ജീവജലത്തിന് ദാതാവായ യേശു, പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതികതയെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ ആത്മാവിൽ ഡീൽ ചെയ്യുവാൻ അവിടെ നിങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ സംതൃപ്തരാകുന്നു. ഒരിക്കലും നിങ്ങൾക്ക് ഇനി ദാഹിക്കുകയില്ല. ഇവിടെ ഈ ശമരിയ സ്ത്രീ പാത്രം വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി. അവളുടെ ദാഹവും തീർന്നു, കിണറും വേണ്ട, അവൾ കൊണ്ടുവന്ന തൊട്ടിയും മറന്ന് ഈ പാത്രം ഉപേക്ഷിച്ചിട്ട്
പട്ടണത്തിലെ പുരുഷന്മാർ നടുവിലേക്ക് ഓടി. അതിനർത്ഥം ഇവിടെ ഈ അധ്യായത്തിൽ യേശു വെള്ളം കുടിച്ചില്ല, ഈ സ്ത്രീ വെള്ളം കോരി എടുത്തതുമില്ല. രണ്ടുപേരും ദാഹം മാറി. കാരണം യേശു അവളോട് പറഞ്ഞു, നിനക്കിനി ദാഹിക്കയില്ല, ഒരു ദാഹവും നിനക്കുണ്ടാകത്തില്ല. അവളുടെ ജഡത്തിലെ ദാഹങ്ങൾ ശമിച്ചു. ആ പട്ടണത്തിലെ പല പുരുഷന്മാർക്കും അവളുടെ ദാഹത്തെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. പക്ഷേ യേശു എന്ന ഈ പുരുഷൻ അവളിൽ അന്തർലീനമായിരുന്ന ദാഹത്തെ ശമിപ്പിച്ചു. കാരണം ആ സഹോദരിയെ പുതിയ സൃഷ്ടിയാക്കി തീർത്തു. ഈ ശമരിയ സ്ത്രീയെ രൂപാന്തരപ്പെടുത്തി. ഇനി ഒരു വെള്ളങ്ങൾക്കും അവളെ ആകർഷിക്കാൻ കഴിയത്തില്ല. അവൾ ജീവന്റെ സ്രോതസ്സായ നിത്യജീവന ദാതാവായ ഒരു പുതിയ ഉറവയുടെ അരികിലേക്ക് അവൾ എത്തി. അതെ, ഈ വെള്ളം കുടിക്കുന്നവരൊക്കെ വീണ്ടും ദാഹിക്കുന്നു. കർത്താവ് അന്ന് രൂപാന്തരപ്പെടുത്തിയത് ഒരു പട്ടണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. സാധാരണ സ്ത്രീകൾ വെള്ളം കോരുവാൻ ഒറ്റയ്ക്ക് വരാറില്ല, കൂട്ടമായിട്ടാണ് വരുന്നത്. ഇവിടെ ഒറ്റയ്ക്ക് വരുന്ന ഒരു സഹോദരി, ഒരു പട്ടണത്തിന് പേരിൽ അറിയപ്പെടുന്ന ഒരു സഹോദരി. ആ സഹോദരിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പട്ടണത്തെ മുഴുവൻ നേടുവാൻ കർത്താവ് അവളെ ഒരു സാക്ഷിയാക്കി, സുവിശേഷിയാക്കി യേശു മാറ്റി. പ്രിയമുള്ളവരെ, ക്രിസ്തു നൽകുന്ന ജീവിതം ഭൗതിക ആവശ്യം എന്തുമാകട്ടെ, അതിലൂടെ യഥാർത്ഥ ആത്മീയതയിലേക്ക്, ഒരു ട്രൂ സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവിൻ്റെ ഇടപെടൽ. അവിടെ ദാഹമില്ല, വിശപ്പില്ല, ആവശ്യങ്ങളില്ല, പരാതികളില്ല, പാപമില്ല, ഒന്നു മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ പറയുന്ന സാക്ഷ്യം, ഞാൻ മറ്റൊരാളെ കണ്ടെത്തിയിരിക്കും, ഞാൻ വേറൊരു പുരുഷനെ അറിഞ്ഞിരിക്കുന്നു. പട്ടണത്തിലെ ബാക്കി എല്ലാ പുരുഷന്മാരും അവളെ അറിഞ്ഞു, പക്ഷേ ഈ സ്ത്രീ യേശുവിനെ അറിഞ്ഞു. കാരണം നമ്മുടെ കർത്താവ് അവളെ തൊട്ടു. എവിടെ തൊട്ടു? ആത്മാവിൽ ആ സ്ത്രീ രൂപാന്തരപ്പെട്ടു. ഇതാണ് പ്രിയമുള്ളവരെ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജീവിതം.